കൂട്ടുകാരെ, സിദ്ധു തിരികെ ഗൾഫിലേക്ക് മടങ്ങുകയാണോ? അതെ കൂട്ടുകാരെ, നമ്മുടെ സിദ്ധു എന്ന കഥാപാത്രത്തെ തിരികെ ഗൾഫിലേക്ക് വിടാനായിരിക്കുമോ നമ്മുടെ ഉപ്പും മുളകും അണിയറ പ്രവർത്തകരുടെ തീരുമാനം? കാരണം ആ ഒരു പരമ്പരയെ, അല്ലെങ്കിൽ ആ ഒരു സിറ്റ്കോം പരിപാടിയെ നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ ആ ഒരു കേസ് ബാധിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കേസ് വഴി നമ്മുടെ ഉപ്പും മുളകും റേറ്റിംഗ് ഇടിയാതിരിക്കാൻ വേണ്ടി നമ്മുടെ സിദ്ധുവിനെ വീണ്ടും തിരികെ ഗൾഫിലേക്ക് പറഞ്ഞയച്ച ആ ഒരു ക്യാരക്ടറിനെ വെട്ടിമുറിക്കാനായിരിക്കുമോ നമ്മുടെ ഉപ്പും മുളകും അണിയറ പ്രവർത്തകരുടെ ശ്രമം? അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർക്ക് ഭയങ്കര സങ്കടവും അല്ലേ? പ്രേക്ഷകർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വരികയായിരുന്നു നമ്മുടെ ഉപ്പും മുളകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ ഒരു ഉപ്പും മുളകും പാറമട വീട്ടിലേക്ക് നമ്മുടെ സിദ്ധു വരുന്നത്. സിദ്ധു വന്നതോടുകൂടെ നമ്മുടെ പാറമട വീട് ഡബിൾ എനർജിയിലായി മുന്നോട്ട് പോക്ക് അല്ലേ? അപ്പൊ ഈ ഒരു പെട്ടെന്ന് നമ്മുടെ സിദ്ധുവിനെ തിരികെ ഗൾഫിലേക്ക് വിടുക എന്നുള്ളത് ഭയങ്കര ദുഃഖകരം തന്നെയായിരിക്കും. നമുക്ക് മാത്രമല്ല, ലച്ചു എത്രയോ കൊല്ലം കാത്തിരുന്നിട്ടാണ് നമ്മുടെ സിദ്ധു വന്നത് അല്ലേ കൂട്ടുകാരെ? എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും. നമ്മുടെ സിദ്ധുവിനെ ഗൾഫിലേക്ക് പറഞ്ഞു വിടുമോ, അല്ലെങ്കിൽ സിദ്ധുവിനെ അതിൽ തന്നെ നിലനിർത്തുമോ? പുതിയ സിദ്ധു വരുമോ എന്നുള്ള കുറെ ചോദ്യങ്ങളാണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു എപ്പിസോഡുകളാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതും വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. ഇനി അത് തീരുമ്പോൾ പുതിയ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്തായിരിക്കും ഈ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് മറുപടി കിട്ടുക അല്ലേ? കാത്തിരുന്നതിന്റെ കാനോട്ട പഠിത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.